ചേട്ടനെ നിങ്ങൾ എവിടെ പോവാ? വാന്നേ അതൊരു ഇരുന്നിട്ട് വാ. എന്നാ കുറെ നാളായല്ലോ ഞാൻ കണ്ടിട്ട്. വാ ഇരിക്കേ. ഇല്ലട ഒട്ടും സമയമില്ല. അപ്പടി തിരക്കാ. മുതലാളിക്ക് 2 ദിവസമായിട്ട് പോസ്റ്റ് കൊടുത്ത് നടക്കുക. തീർക്കാനുണ്ട് ഒത്തിരി പണികള്. കുറച്ചു നേരം ഇരുന്നിട്ട് പോവായി. അതെ, ഇത് അരുണ്, നമ്മുടെ പുതിയ പാർട്ണറാ. കാഞ്ഞിരപ്പള്ളിയിലേക്ക് ഇറക്കം വളരെ കുറവാടാ. പക്ക് കൂടുതലും കൂട്ടിക്കലും ഒക്കെ ഇറക്കിയാട്ടാ. ഞാൻ എപ്പോഴും നമ്മുടെ പഴയ കാര്യമൊക്കെ ഓർക്കും. നമ്മുടെ ആ മിമിക്രി ട്രൂപ്പും ചേരിക്കക്കാരുടെ റബ്ബർ തോട്ടത്തിലെ റിഹേഴ്സലും ഒക്കെ. ആഹാ, അപ്പൊ നിങ്ങള് മിമിക്രി ഒക്കെ ഉണ്ടായിരുന്നോ? പിന്നെ അതൊക്കെ പണ്ടത്തെ കാര്യമാ. കൂട്ടിക്ക് താമസിക്കുമ്പം ഞങ്ങളുടെ ടീം ലീഡായിരുന്നു ഈ മുതല്. അതൊക്കെ പണ്ടത്തെ കാര്യമല്ലേടാ. അതൊക്കെ ഇപ്പൊ ഓർക്കാൻ പോലും നേരമില്ല എനിക്ക്. മറ്റേ സിനിമാ നടന്മാരുടെ അനുകരണമൊക്കെ ഇപ്പോഴും ഉണ്ടോ? ഓ, അതൊക്കെ പണ്ടേ വിട്ടാടാ. അതുകൊണ്ടൊന്നും വീട്ടിലെ കാര്യങ്ങൾ നടക്കുകയല്ല. കൊച്ചിങ്ങനിപ്പായും മാമക്കോയായും നമ്മുടെ ഇന്നസെന്റ് ഒക്കെ ആയിരുന്നു വേറെ മെയിൻ. ആഹാ, എങ്കിലും ഒരെണ്ണം ഇപ്പൊ ഒന്ന് കാണിക്കാം. ഓ, അതൊന്നും ശരിയാകത്തില്ല നീ. നമ്മളൊക്കെ പഴയ നടന്മാരെയും പഴയ ഡയലോഗൊക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നല്ല അടിപൊളി പിള്ളേർ വന്നിട്ടുണ്ട്, നല്ല കഴിവുള്ളവർ. അതിനിടയ്ക്ക് നമ്മൾ ഈ പഴയ സംഭവം വെച്ചോണ്ട് ഇറക്കിയല്ലേ. കുഴപ്പമില്ല നീ. പണ്ടത്തെ കാര്യമൊക്കെ ഓർത്തപ്പം കേൾക്കാനൊരു ആഗ്രഹം. നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. ഒന്ന് ശ്രമിക്കാവോ? ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. പഴയ പോലെ ഒക്കും നിർത്തില്ല. ഇപ്പൊ ഒത്തിരി നാളായി പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ട്. മറന്നു പോയാത്ത ഡയലോഗ്. ഒത്തിരി നാളായില്ലേ എടുത്തിട്ട്. സമയത്ത് ഞാനൊരു കാര്യം പറയാ. ഞാനും എന്റെ കുഞ്ഞുങ്ങളും എന്തെങ്കിലും കഴിച്ചിട്ടുന്ന എത്ര ദിവസമായെന്നറിയോ? വിതിൻ 24 hours, 24 മണിക്കൂർ സമയത്തുള്ളിൽ എന്തെങ്കിലും അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. അമ്മറി കള്ളി ഇന്ന് നമ്മൾ ഗൾഫ് സൈത്താനെ പ്രോബ്ലം. എന്താണ് പ്രശ്നം? പ്രാക്ടീസ് ഇല്ലാത്തതിന്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതല്ല ഞാൻ ആദ്യം പറഞ്ഞേ, ഇത് എടുത്താൽ ശരിയാകത്തില്ലെന്ന്. നമ്മൾ ഒത്തിരി നാളായി സ്റ്റേജിൽ പരിപാടിയൊക്കെ ചെയ്തിട്ടേ. പിന്നെ ഇതിനൊക്കെ എവിടെ സമയം ഇരിക്കുന്നു? നമ്മുടെ ഓരോ തിരക്കല്ലേ. എങ്കിലും പണിക്കിടക്കൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്ക്. നമുക്കൊരു അത്യാവശ്യം വന്നാൽ ഉപയോഗിക്കാമല്ലോ. ഓ, ഇപ്പൊ എനിക്ക് അതിനോടൊന്നും താല്പര്യമില്ലടാ. പ്രശ്നങ്ങളാ. അപ്പടി പണിയ്, വീട്, കുടുംബം, പിള്ളേര്, അപ്പടി തിരക്ക് അറിയാമല്ലോ. ഒന്ന് ശ്രമിച്ചു നോക്ക്. കൂടെ പഴയതൊക്കെ ഒന്ന് പൊടിച്ചിട്ട് എടുക്ക്. പുതിയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ആ, കേൾക്കുന്നവർക്കൊക്കെ ഈസിയാ. പക്ഷെ അതൊന്ന് ട്രൈ ചെയ്തെടുക്കാനോ പാട്. എന്നാലും ഒന്ന് നോക്ക്. അതിലോട്ടൊക്കെ ഒന്ന് ഇൻവോൾവ് ആകുമ്പം എല്ലാം ശരിയാകും. നീ നോക്കടാ, ഇപ്പൊ തീരെ സമയമില്ല. അതെ, വീട്ടിലെല്ലാവരും അന്വേഷണം പറയണം. പറയാം. ഇടയ്ക്കൊക്കെ ഇറങ്ങ കേട്ടോ. എന്നാ പോട്ടെ. ആ സമയത്തൊക്കെ ഇങ്ങനെ മിമിക്രിയിൽ ഒരു സംഭവമായിരുന്നു നമ്മളവിടെ. ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഹരമായിരുന്നു. പക്ഷെ എന്തോ പുള്ളി ഈ മേഖലയിൽ അങ്ങോട്ട് ക്ലച്ച് പിടിച്ചില്ല. ആണ്ടവടിയിൽ നമ്പിക്കോയി അല്ല നടപടിയാ നടപ്പാറ. ഈടാ നീ ചെറുതായിട്ട് മിമിക്രി ഞാനും ഉണ്ട്. ഈടാ കൊള്ളാലോ. അത് വേറെ ആരെങ്കിലും കൂടി നിർത്തിടാ. எல்லோருக்கும் வணக்கம். பொதுவாக நான் மேடைக்கின்றும் சென்றது சரதை கிடையாது. இன்னைக்கு இங்கே வந்திருக்கு அப்படின்னா சத்தியமாக உங்கள் அனைவரையும் பார்ப்பதற்காகவும் பேசுறதுக்காகவும் மட்டும்தான். நன்றி, வணக்கம். ഈടാ കൊള്ളാലോ. നീ പിന്നെ മനുഷ്യാണ്ട് മുമ്പിച്ച് നേരത്തെ ഒന്നും എടുക്കാഞ്ഞ? പുള്ളി പറഞ്ഞ അതേ കാരണം തന്നെ. പുതിയ പിള്ളേരെടുത്ത് നമ്മൾ ഈ പഴയ ഐറ്റമൊക്കെ ആയിട്ട് ചെയ്യുന്ന എല്ലാ കാര്യമുണ്ടോ? ആ മകേഷ് കുഞ്ഞുവൻ തന്നെ കണ്ടില്ല. എന്ത് കിടുവായിട്ടാ പുള്ളിയൊക്കെ ചെയ്യുന്നു. എന്നാലും പുള്ളിയുടെ ആ പഴയ ഐറ്റത്തിന് മുമ്പ് നിനക്കൊന്ന് കേൾപ്പിക്കായിരുന്നു. ഓ, അല്ലെങ്കിൽ തന്നെ പുള്ളി നിരാശനായിട്ടായിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ ഐറ്റം കൂടെ കാണിച്ച്, ഓ അതൊന്നും വേണ്ടത്. ഇത് പുള്ളിയുടെ സമയമായിരുന്നു. നമ്മൾ മുമ്പ് 2 ഐറ്റം കാണിച്ചതിന് പുള്ളിക്ക് സമാധാനം. അത് നേരാ. നീ പറഞ്ഞത് കറക്റ്റാടാ. നീ നോക്കിയോ, പുള്ളി ഇനി പുതിയ ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്ത് തിരിച്ചു വരും. അതടാ, ഞങ്ങളൊക്കെ തിരവുട്ടികളാ. അമ്മത്തിപ്പാടത്തിലെ തിരവുട്ടികൾ.